അതിന്റെ ഓഡിറ്റോറിയത്തിൽ വളരെ എല്ലാ കാര്യങ്ങളും സജ്ജീകരിച്ചുകൊണ്ട് വലിയൊരു പരിപാടിക്ക് ഒരു സ്റ്റേറ്റ് ലെവലിലുള്ള പരിപാടിക്ക് തന്നെയാണ് നമ്മളതിനെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. മെമ്മോറിയൽ ഫ്രം 6:30 മുതൽ ഓൺവേർഡ്സ് തുടങ്ങുന്ന ഒരു പരിപാടിയാണ്. അത് എനിക്ക് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാനുള്ളത് നിങ്ങളുടെ റെപ്രസെന്റേറ്റീവ് പ്രതിനിധികൾ ആ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യാൻ. മെമ്മോറിയൽ LP സ്കൂൾ ഓഡിറ്റോറിയത്തിൽ 6:30 7 മണിക്ക് തുടങ്ങുള്ളൂ. കാരണം എന്താ 6:30 അതിന്റെ പുറത്തിൽ പ്രാർത്ഥന സമയം മറ്റേ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം അതിൻ്റെതായിട്ടുള്ള ടൈമിംഗ് ഇത്രയും സമയം ഈ പരിപാടി ഞങ്ങളോട് സഹകരിച്ച നിങ്ങളോട് നന്ദി പറയുകയാണ്. AKMSയുടെ പരിപാടി നടത്തുന്നത് AKMS ജില്ലാ കമ്മിറ്റി ആണെങ്കിലും അത് വിജയിപ്പിക്കേണ്ടത് മാധ്യമ പ്രവർത്തകരായ നിങ്ങൾ ഓരോരുത്തരുമാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും കേട്ടുണ്ടാവും, ചാനലൊക്കെ ഉണ്ട്. ഞാൻ ഓർക്കസ്ട്രൊക്കെ വെച്ചിട്ടാണ് പാടാറില്ല. കാരണം ബ്രീത്തിന്റെ ട്രാവലൊക്കെ ഇങ്ങനെ പാടുമ്പോൾ കാരണം ചെറുപ്പക്കാരനല്ല, കുറച്ച് പ്രായം കൂടിയവരുടെ ബ്രീത്തിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ട് വരും. പിന്നെ മാജിക്ക് ദിനാറും കൂട്ടരും നമ്മുടെ കേരളത്തിൽ വന്നിട്ട് ഇവിടെ പ്രവർത്തിക്കുന്ന സമയത്ത് സംഗീതത്തെ പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം നമ്മുടെ നാട്ടിലെ കേരളത്തിന്റെ തനതായ മാപ്പിള കലകൾ നമ്മൾ അതിനെ പരിപോഷിക്കുന്നതോടൊപ്പം അതിന് ട്രെയിനിങ് കൊടുക്കുന്നതോടൊപ്പം നമ്മുടെ സമൂഹത്തിൽ കഷ്ടത അനുഭവിക്കുന്ന കലാകാരന്മാർ അല്ലെങ്കിൽ കലാകാരികൾ അല്ലെങ്കിൽ വളർന്നു വരുന്ന കുട്ടികൾ, പാവപ്പെട്ട കുട്ടികളെ ഞങ്ങൾ തീർച്ചയായിട്ടും കംപ്ലീറ്റ്ലി ഞങ്ങൾക്ക് എല്ലാ സഹായവും സൗജന്യമായി ചെയ്യുന്നത് ഞങ്ങൾക്ക് വലിയ ചാരിതാർത്ഥ്യമുണ്ട്, സന്തോഷമുണ്ട്. കാരണം നമ്മുടെ UA കമ്മിറ്റിയൊക്കെ ആ കാര്യത്തിൽ KMK പള്ളി ഇവിടെ നടത്തുന്ന ഇവിടെ കോട്ടക്കലും അതുപോലെ തന്നെ പടപ്പറമ്പിലൊക്കെ ഉള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ എല്ലാ നിരക്കുള്ള കുട്ടികളും അതിനകത്തുണ്ട്. അതാണ് വേണ്ടത്. നമ്മുടെ ഭാരതം അങ്ങനെയാണല്ലോ, എല്ലാവരും ഉൾക്കൊള്ളുന്ന ഒരു വലിയ ബൃഹത്തായ സംസ്കാരത്തിന്റെ ആളുകളാണ് നാം. അപ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിൽ കഷ്ടത അനുഭവിക്കുന്ന കുട്ടികൾ പഠിക്കാൻ, പ്രത്യേകിച്ച് കലാപ്രവർത്തനങ്ങൾ പഠിക്കാൻ അല്ലെങ്കിൽ കലാരംഗത്ത് വളർന്നു വരാൻ ആഗ്രഹിക്കുന്ന ആ കുട്ടികളെ നമ്മൾ ഉയർത്തിക്കൊണ്ടുവരിക എന്നുകൂടെ ഞങ്ങളുടെ ഇതിനകത്തൊരു ലക്ഷ്യം ഞങ്ങൾക്കുണ്ട്. അത് നമ്മളൊക്കെ ബാധ്യതയാണ്, സമൂഹത്തിന്റെ ബാധ്യതയാണ്, നമ്മുടെ വ്യക്തിപരമായ എല്ലാവരുടെ ബാധ്യതയാണ്. ഇവിടെ നമ്മുടെ 24ാമത് മലപ്പുറം ജില്ലാ വാർഷിക സമ്മേളനവും അതോടൊപ്പം അവാർഡ് സമർപ്പണവുമാണ് ഈ വരുന്ന സെപ്റ്റംബർ 1-ാം തീയതി നമ്മുടെ പടപ്പറമ്പ് LP സ്കൂളിൽ വെച്ച് വലിയ വിപുലമായ രൂപത്തിൽ തന്നെ അത് സംഘടിപ്പിക്കുന്നത്. അതിന്റെ ഒരു പ്രഖ്യാപനം കൂടിയാണ് മാഷോട് പറഞ്ഞത്. അതോടനുബന്ധിച്ച് സമൂഹത്തിൽ എല്ലാ നിരക്കും സമൂഹത്തിന്റെ കളിയൊക്കുന്ന അല്ലെങ്കിൽ കലാരംഗത്തുള്ള അല്ലെങ്കിൽ മറ്റു സേവന രംഗത്ത് ചെയ്യുന്ന ആളുകളെ നാം ആദരിക്കുക. അത് സമൂഹത്തിന് ഒരു മാതൃക. കാരണം എന്ന് വെച്ചാൽ ഇതിനകത്ത് ബിസിനസ്സുകാരുണ്ട്, അതുപോലെ തന്നെ പോലീസ് ഒഫീഷ്യൽസ് ഉണ്ട്, അതുപോലെ തന്നെ കലാരംഗത്തുള്ള ആളുകളുണ്ട്, സാംസ്കാരിക രംഗത്തുള്ള ആളുകളൊക്കെ ഉണ്ട്. അവരെ ഞങ്ങൾ ആദരിക്കുന്നതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്, അതിയായ ചാരിതാർത്ഥ്യമുണ്ട്. ഈ വർഷത്തെ അവാർഡ് മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാം സാറിന്റെ നാമധേയത്തിലുള്ള ജീവകാരുണ്യ പ്രവർത്തന രംഗത്തുള്ള ഏറ്റവും നിസ്വാർത്ഥമായ പ്രവർത്തനം നടത്തുന്ന ഡോക്ടർ മുഹമ്മദ് കുട്ടി നെച്ചിക്കാട്ടിൽ അദ്ദേഹത്തിനാണ് നമ്മൾ ഈ വർഷത്തെ AKMSയുടെ അവാർഡ് ഞങ്ങൾ കൊടുക്കാൻ